രാവിലെ വീഡിയോസ് എടുത്ത് തുടങ്ങിയപ്പോഴേ ഈ പ്രൈസ് റേഞ്ചിലുള്ള ബാക്കി ഫോണുകളിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസം ഇതിൽ ഫീൽ ചെയ്തു. വീഡിയോയുടെ പ്രോസസ്സിങ് ശരിക്കും നല്ലതായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് റെനോ 14 എന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ഫോണിൻ്റെ ഡെമോ ടെക്യൂന്നെടുത്ത് ക്യാമറ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാൻ ഇത്രയും നല്ല ഫോൺ ഈ പ്രൈസിന് വേറെ ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ പോർട്രേറ്റ് ഫോട്ടോസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഒരു സെക്ഷനായിട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെനോ 14 പ്രോയുടെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലാക്ക് മാജിക് ആപ്പ് യൂസ് ചെയ്തായിരുന്നു ഷൂട്ട് ചെയ്തത്. ഇപ്രാവശ്യം ഫോണിൻ്റെ നേറ്റീവ് ക്യാമറ ആപ്പ് യൂസ് ചെയ്ത് വീഡിയോസും ഫോട്ടോസും എടുത്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഫോട്ടോസിൻ്റെ പ്രോസസ്സിങ് മിക്ക ഫോണുകളിലും ബെറ്റർ ആക്കാൻ നോക്കാറുണ്ട്. പക്ഷേ വീഡിയോയുടെ കാര്യത്തിൽ ശോകമായിരിക്കും. എന്നാൽ ഇതിൽ എനിക്ക് വീഡിയോസും നല്ല ഇഷ്ടപ്പെട്ടു. അൾട്രാ വൈഡ് ക്യാമറ ഫോട്ടോസ് എടുക്കാൻ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അതിൽ 4K സപ്പോർട്ടില്ല. വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് അത് വെച്ച് എടുക്കാൻ പറ്റും. എന്നാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. 3.5x ടെലി ലെൻസ് എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ഫോട്ടോസിനും വീഡിയോസിനും ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിഴിഞ്ഞത്ത് ബോട്ട് കരക്കടിപ്പിക്കുന്ന കുറച്ച് ഷോട്ട്സ് കിട്ടി. എല്ലാം 3.5xൽ സബ്ജക്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ദൂരെ നിന്ന് എടുത്തതായിരുന്നു. 1-2 ഷോട്ട്സിൽ കുറച്ച് ഫോക്കസ് ഹണ്ടിങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വീഡിയോസ് ഓവറോൾ നല്ലതായിരുന്നു. ഫുൾ HD നല്ല ഓവർ ഷാർപ്പൻഡ് ആണ്. അതുകൊണ്ട് 4K തന്നെ യൂസ് ചെയ്യുക. 4K 60 FPS നൈസായിരുന്നു. വലിയ ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. 1x ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ സ്റ്റാറ്റിക് ഷോട്ട്സിനും ഫോളോ ഷോട്ട്സിനും നല്ലതായിരുന്നു. 3xൽ അത്യാവശ്യം കയ്യിൽ ഫോൺ സ്റ്റേബിളായി കീപ്പ് ചെയ്യേണ്ടി വന്നായിരുന്നു. ഈ ഫോണിൻ്റെയും പുതിയ എല്ലാ ഫോണുകളുടെയും ഡെമോ നിങ്ങളുടെ നിയറസ്റ്റ് ടെക്യൂവിൽ അവൈലബിൾ ആണ്. നല്ല കസ്റ്റമർ സർവീസും ഉണ്ട്. ഓണം ഓഫേഴ്സൊക്കെ ആയിട്ട് ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും. ഇനി നമുക്ക് കുറച്ച് പോർട്രേറ്റ്സ് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ വിവോ V60യുടെ പോർട്രേറ്റ് ഫോട്ടോ ടെസ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ പ്രൈസിന് ഏറ്റവും നല്ല പോർട്രേറ്റ് ഫോട്ടോ ഫീച്ചേഴ്സ് ഉള്ള ഫോൺ അതാണെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് ഓപ്പോ റെനോ 14 എന്നായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ നട്ടുച്ചയ്ക്ക് ബീച്ചിലേക്ക് വന്ന എൻ്റെ ഫ്രണ്ട് നീരജിന് താങ്ക്സ്. ആസ് യൂഷ്വൽ ടെലി ലെൻസ് 3.5x ലെൻസിലെ പോർട്രേറ്റ്സ് കിടിലമാണ്. പോർട്രേറ്റ് മോഡിൽ കുറച്ച് ഫിൽറ്റേഴ്സും വരുന്നുണ്ട്. മിസ്റ്റി, ഗ്ലോ, ഡ്രീമി. അതിൽ ഡ്രീമിയിലെടുത്ത ഫോട്ടോസ് നല്ല ഹൈലൈറ്റ്സ് ഒക്കെ ഉള്ള ഫ്രെയിം ആണെങ്കിൽ നല്ല റിസൾട്ട് തരുന്നുണ്ടായിരുന്നു. ഇതല്ലാതെയും ഒരുപാട് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഈ ഫിൽറ്റേഴ്സ് എല്ലാം ഓരോ സിറ്റുവേഷനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കി യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടും. 50mm കുറച്ച് പോർട്രേറ്റ്സിൻ്റെ പ്രോസസ്സിങ്ങിൽ എന്തോ ഒരു ഷാർപ്പനിങ് ഉണ്ടായിരുന്നു. 2x ഡിജിറ്റൽ സൂം ആയതുകൊണ്ടായിരിക്കും. എന്നാൽ അത് ചില ഫോട്ടോസിൽ തീരെ ഇല്ലായിരുന്നു. ഇതിൻ്റെ AI എഡിറ്ററിൽ പെർഫെക്റ്റ് ഷോട്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് കണ്ണടഞ്ഞ ഫോട്ടോസിൻ്റെ കണ്ണൊക്കെ തുറപ്പിക്കാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നാലും എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരെയൊക്കെ റിമൂവ് ചെയ്യാൻ റിമൂവ് പീപ്പിൾ എന്നൊരു ഓപ്ഷനും ഉണ്ട്. ഇല്ലെങ്കിൽ മാസ്ക് ചെയ്തും റിമൂവ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഈ ഫോൺ യൂസ് ചെയ്തുള്ള എൻ്റെ എക്സ്പീരിയൻസ്. വീഡിയോയ്ക്കാണെങ്കിൽ ഈ പ്രൈസിന് ഉറപ്പായും ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യും. ഈവൻ നൈറ്റിലെടുത്ത ഷോട്ട്സ് പോലും യൂസബിൾ ആയിരുന്നു. അത്യാവശ്യം നല്ല പോർട്രേറ്റ് മോഡും ഉണ്ട്. പക്ഷേ പോർട്രേറ്റ് മോഡ് മാത്രമാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ സൈസ് കൊളാബറേഷനുള്ള വിവോ ഫോൺ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബൊക്കെ എഫക്ട്സിനെയും ഫിൽറ്റേഴ്സിനെയൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.